ഒരു കൊല്ലംകോട് യാത്ര. ഈ വേനലിൽ വാട്ടറും ഉണ്ടാവില്ല, ഫോളും ഉണ്ടാവില്ല. നമ്മളൊരു സ്ഥലം മനോഹരാക്കിയാൽ അത് സ്വർഗം, നമ്മളൊരു സ്ഥലം വൃത്തികേടാക്കിയാൽ അത് നരകം. ചെറിയ കുട്ടിയായ വയസ്സരായ നിങ്ങളുടെ രാജേഷ് ഹെബാർ. ഹായ്, ഹലോ, നമസ്കാരം. വെൽക്കം ടു രാജേഷ് ഹെബാർസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. വീട്ടിലാണ്, പാലക്കാടാണ്. അതുകൊണ്ട് ഇന്ന് വീണ്ടും ഒരു പാലക്കാട് യാത്ര പോയാലോ എന്ന് ആലോചിച്ചു. എവിടേക്കാന്നല്ലേ പറയാലോ. എപ്പിസോഡ് കണ്ടവർ ഓർക്കുന്നുണ്ടാവും, ഈ അടുത്തായിട്ട് തന്നെ ഞാൻ പാലക്കാടിൻ്റെ വേനലിലുള്ള കുളിര് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എപ്പിസോഡ് ചെയ്തു. അപ്പോൾ അതിന് ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലൊരു കമൻറ്റ് എൻ്റെ മനസ്സിലങ്ങ് തങ്ങി നിന്നു. അതിൽ പറഞ്ഞത്, ചേട്ടൻ എന്താ കൊല്ലംകോട് പോകാത്തതെന്ന്. അപ്പോൾ അത് ചോദിച്ചപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഓർമ്മ വന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, കുറച്ച് മുമ്പ് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ കൊല്ലംകോട് അങ്ങോട്ട് വൈറലായി നിൽക്കുന്ന ഒരു സംഭവമായിരുന്നു. അതായത് ഒരുപാട് റീൽസും ഒരുപാട് ഷോർട്ട് വീഡിയോസൊക്കെ വന്നു. അതേപോലെ യൂട്യൂബിലും കുറേ വീഡിയോസ് വന്നു. എല്ലാവരും നേരെയായിട്ട് കൊല്ലംകോട്ടിലേക്കായിരുന്നു പോക്ക്. അപ്പോൾ എന്നോടും കുറേ ആൾക്കാർ അന്ന് ചോദിച്ചു, എന്തേ കൊല്ലംകോട് പോകാതെ. ഞാൻ പറഞ്ഞു, എല്ലാവരും പോവാണ്, അപ്പോൾ ഞാനും അതിൻ്റെ പിന്നാലെ പോയിട്ട് എന്താ കാര്യമെന്ന്. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അങ്ങനത്തെ വീഡിയോസ് വരുന്നില്ല. ഞാനും കൊല്ലംകോട് പോയിട്ട് ഒരുപാട് നാളായി. അപ്പോൾ ഈ ഒരു കമൻറ്റ്, ഈ ഒരു മെസ്സേജ് മറ്റേ എൻ്റെ എപ്പിസോഡിൻ്റെ താഴെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നാൽ പിന്നെ ഞാനും ഒരുപാട് കാലമായില്ലേ, ഒന്ന് കൊല്ലംകോട് പോയാലോ എന്ന്. അപ്പോൾ ഈ കൊല്ലംകോട് വൈറലായപ്പോൾ ഞാനും വിചാരിച്ചു, ഞാനും പോയിട്ടുണ്ട് ഒരുപാട് കാലം. അപ്പോൾ ഞാൻ ആലോചിച്ചു, നമ്മുടെ മുറ്റത്തുള്ള മുല്ലയ്ക്ക് മണം എപ്പോഴും കുറവാണെന്ന് പറയുന്ന പോലെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ നേരെ കൺമുമ്പിലുള്ളത് കുറച്ച് കാലത്തേക്ക് നമ്മൾ കാണൂല, ബാക്കി എല്ലാവരും കാണും. അതുകൊണ്ടായിരിക്കും ഇനിയിപ്പോൾ ഞാനും ശ്രദ്ധിക്കാത്തതെന്ന്. ഓഫ് കോഴ്സ് പാലക്കാട് മുഴുവൻ ഭംഗിയാണ്, കൊല്ലംകോട് അതിമനോഹരമാണ്. പക്ഷേ ഞാൻ കാണാത്തതെന്തോ ആ റീൽസിൽ കണ്ടുവല്ലോ. അപ്പോൾ അതായത് ഞാൻ ശ്രദ്ധിക്കാത്തതെന്തോ, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് കാലം മറന്നുപോയ എന്തോ ഒരു കാര്യം അതിലുണ്ടല്ലോ. അപ്പോൾ ഞാൻ ആ ഓർമ്മ പുതുക്കാൻ വേണ്ടി വീണ്ടും പോകുന്നു കൊല്ലംകോട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഒരു കൊല്ലംകോട് യാത്ര. അപ്പോൾ യാത്ര തിരിക്കുകയാണ്. ആദ്യം ഒന്ന് സാഹസികമായിട്ട് ആലോചിച്ചു, എൻ്റെ ചെറിയച്ഛൻ്റെ ഈ കുട്ടി വണ്ടിയിൽ പോയാലോ എന്ന്. അപ്പോൾ ഈ ചെറിയ ഇടവഴി കൂടിയൊക്കെ പോകാമല്ലോ എന്ന്. പക്ഷെ പാലക്കാടൻ ചൂട് എന്ന് പറയുന്നത് ഏകദേശം 40 നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു, വിവരം അറിയും നീ അങ്ങനെ പോയാന്ന്. അപ്പോൾ അതെ, ഹോണ്ട ഹെബ്ബാറിൽ തന്നെ പോവാമെന്ന് അങ്ങോട്ട് തീരുമാനിച്ചു. അങ്ങനെ കൊല്ലംകോട് വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിയിൽ ജസ്റ്റ് ഒന്ന് നിർത്തി. നമ്മൾ വ്ളോഗ് ചെയ്യുമ്പോൾ ഒരു സ്ഥലത്തേക്ക് വിടുമ്പോൾ ഒരൊറ്റ ശരം വിട്ട പോലെ സ്ഥലം എത്തുന്നതായിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ വഴിയിൽ പോകുമ്പോൾ കൗതുകകരമായ കാഴ്ചകളും കൂടി ഒന്ന് കാണിച്ചു തരണ്ടേ. അങ്ങനെ ഒരു കാഴ്ച ഞാൻ റോഡ് സൈഡിൽ കണ്ടപ്പോൾ പെട്ടെന്നൊന്ന് സൈഡിൽ പാർക്ക് ചെയ്താണ്, ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. പാലക്കാടിൻ്റെ ഗ്രാമീണ ഭംഗിയെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഈ വേനലിൻ്റെ ചൂടിലിങ്ങനെ ബ്രൗണായി കിടക്കുന്ന ഈ വൈക്കോൽ കുണ്ടകൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. പച്ചപ്പിനും ഒരു ഭംഗിയാണ്, പക്ഷേ ഇതിനും ഒരു പ്രത്യേക ഭംഗിയാണ്. പണ്ടൊക്കെ നമ്മൾ വൈക്കോൽ കുണ്ടെന്ന് പറയുമ്പോൾ വലിയ കൂമ്പാരങ്ങളാണ് കാണുക. ഇപ്പോൾ മെഷീൻ ഉപയോഗിച്ച് ഇതുപോലെ ഉരുട്ടി റോൾ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കാണുന്നത്. പോകുന്ന വഴിയിൽ ഇത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഉരുട്ടുന്ന എഞ്ചിൻ ഇതാ അപ്പുറത്ത് കിടക്കുന്നുണ്ട്, കുറേ അപ്പുറത്താണ്. അവിടെ എത്തിപ്പെടാൻ പറ്റുമോ എന്നറിയില്ല, സൂം ചെയ്യാൻ പറ്റുമോ എന്ന് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. ഏതായാലും എഞ്ചിൻ കാണിക്കുന്നതിന് മുമ്പ് പാടത്തിലേക്ക് ഇറങ്ങി ഈ വൈക്കോലിൻ്റെ റോൾസ് ഒന്ന് എടുത്തു തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു. നല്ല രസമാണ്. വൈക്കോലൊക്കെ റോൾ ചെയ്യുന്ന മെഷീൻസൊക്കെ അതെ അവിടെ കിടക്കുന്നുണ്ട്. ഇവിടെയുണ്ട്. ഇവിടെ ഫുൾ ബ്രൗൺ ആയിട്ടില്ല, കുറച്ച് പച്ചയും ബ്രൗണും ഒക്കെ കലർന്ന് കിടക്കുകയാണ്. ഏതായാലും ഞാൻ പാലക്കാടിൻ്റെ വേനലിലോ കുളിരെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്നും പറഞ്ഞിരുന്നു, വേനലിലും പാലക്കാടിൻ്റെ ഗ്രാമീണ സൗന്ദര്യത്തിന് ഒരു പ്രത്യേക സ്പെഷ്യൽ സൗന്ദര്യമാണ്. ഏതായാലും നൃത്യസ്ഥിതിക്ക് ഒന്ന് ചെറുതായിട്ടുള്ളിലേക്കൊക്കെ ഒന്ന് നടന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും തിരിച്ച് കാറിലേക്ക് പോവാണ്. ഇതുപോലെ കൗതുകരമായ കാഴ്ചകൾ എന്തെങ്കിലും കണ്ടാൽ എന്തായാലും നിർത്താം. പക്ഷേ എത്തേണ്ടത് കൊല്ലംകോട്. അപ്പോൾ ഹോണ്ട ഹെബ്ബാർ അവിടെ കാത്തിരിപ്പുണ്ട്. കയറി നമുക്ക് യാത്ര തുടങ്ങാം.
അങ്ങനെ കൊല്ലങ്കോട് എത്തിയിരിക്കുകയാണ്. കൊല്ലങ്കോട് ടൗണിൽ പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഞെട്ടിക്കളയും. ബിക്കോസ് നല്ല തിരക്കുള്ളൊരു ടൗണാണ്. അവിടെ നിന്ന് കുറച്ച് മാറി നെന്മണി റോഡ് കയറിയിട്ട് കുറച്ച് ഇങ്ങോട്ട് വരുമ്പോഴേക്കും കണ്ടില്ലേ, അതായത് സമയത്തിൽ ആരോ ഒരു പോസ്റ്റ് ബട്ടൺ അമത്തിയ പോലെ, അതായത് ഒരു 50, 60 അല്ലെങ്കിൽ ഒരു 100 വർഷം മുമ്പ് ആരോ വന്ന് ഒരു പോസ്റ്റ് ബട്ടൺ അമത്തി സമയത്തിന് അങ്ങോട്ട് നിർത്തിവെച്ച പോലെ. വലിയ കെട്ടിടങ്ങളൊന്നുമില്ല. ദൂരത്തതേ അവിടെ വെസ്റ്റേൺ ഗാർഡ്സ് കാണാം. ഹോണ്ട ഹെബ്ബാർ അന്തം പൊട്ടിയിരിക്കുന്നുണ്ടാവും ഇതെവിടെ എത്തിയിരിക്കണമെന്ന് പറഞ്ഞിട്ട്. ചുറ്റും എവിടെ നോക്കിയാലും മല, കൃഷി, തെങ്ങ്. കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുള്ളത് ഞാനൊരു വിഷ്വല് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരു പാലത്തിലാണ്. ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ, വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ തൊട്ട് താഴെ നമ്മൾ എത്തിയിട്ടുണ്ട്. കുറേയും കൂടി നമുക്ക് അങ്ങോട്ട് പോവാം. പക്ഷേ ഇവിടെ എത്തിയ സ്ഥിതിക്ക് ഇതിനൊരു വ്യൂ പോയിൻറ്റും കൂടിയായിട്ട് ആൾക്കാർ കരുതുന്ന സ്ഥലമായതുകൊണ്ടാണ് കാണിച്ചു തന്നത്. അപ്പോൾ ഏതായാലും ഈ നടത്തൊന്ന് നിർത്തിയിട്ട് സ്ഥലം ഒന്ന് കാണിച്ചു തരാം. നമുക്കിനി യാത്ര തുടരാം. ഇതുമാത്രം കണ്ടാൽ പോരാലോ, നമുക്ക് വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ ആ മലനിരകൾക്ക് എടുത്ത് തന്നെ പോവാം. നേരെ അങ്ങോട്ട് വിടാം. നേരെ ഏകദേശം റോഡൊക്കെ അവസാനിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ട് പാർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു. അതായത് മലകളുടെ നേരെ താഴത്തെത്തിയിട്ടുണ്ട്. കാര്യമായിട്ട് ആൾക്കാരൊന്നും കാണുന്നില്ല. ഈ ചേട്ടനെയാണ് കുറേ നേരം കയറ്റി കണ്ടത്. പിന്നെ ബാക്കിലൊക്കെ കാണാം ഫുള്ള് ഇലക്ട്രിക്കിൻ്റെ ഫെൻസിങ് ആണ്. അപ്പോൾ ഏകദേശം ഫോറസ്റ്റ് ഏരിയ ആണെന്നുള്ളത് ഏകദേശം ഉറപ്പായല്ലോ. അപ്പോൾ ഏകദേശം ഇവിടെ നിന്നുള്ള ഈ മലനിരപ്പിൻ്റെ വ്യൂ ഒന്ന് കാണിച്ചു തരാം. മലനിരപ്പുകളുടെ നേരെ താഴെ എത്തിയിരിക്കുകയാണ്. ചുറ്റും മലകൾ, താഴെ മാവിൻ തോപ്പ്. ഏരിയയിൽ മൊത്തം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതെവിടെ കാണാം, കമ്പിവേലി ഇലക്ട്രിഫൈഡാണ്. വന്യമൃഗങ്ങൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ. പിന്നെ ഫോറസ്റ്റുകാരുടെ ബോർഡും ഉണ്ട്. സീതാർകുണ്ട് വാട്ടർഫാൾ ഇവിടെ അടുത്താണ്. പക്ഷെ അങ്ങോട്ട് പോയിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഈ വേനലിൽ വാട്ടറും ഉണ്ടാവില്ല, ഫോളും ഉണ്ടാവില്ല. ട്രെസ്പാസ് ഇൻ ടു ഫോറസ്റ്റ് ഇസ് ആൻ ഒഫെൻസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഫോറസ്റ്റിനുള്ളിലേക്കൊന്നും കാല് കുത്തുന്നില്ല. കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോയിട്ട് നമുക്ക് നോക്കാം. അങ്ങനെ സീതാർകുണ്ട് വാട്ടർഫാളിലേക്ക് കയറുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ട് ഇവിടെ ഒരു സെക്യൂരിറ്റി ചേട്ടനുണ്ട്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. പേരെങ്ങനെ ചേട്ടാ? പേര് വാസു. ചേട്ടാ ഇത് ഇപ്പോൾ ആൾ കുറവാണല്ലോ, സീസൺ അല്ലല്ലോ അല്ലേ? ഇല്ലാത്തത് കൊണ്ടല്ല, വെള്ളവും കുറവാണ്. വെള്ളം കുറവായതുകൊണ്ട്. പൊതുവേ സീസൺ എപ്പോഴായിട്ടാണ്? ജൂൺ ജൂലൈയിലേക്ക് നല്ല മഴ പെയ്താൽ ആളുകൾ നന്നായിട്ട് വരും. ജൂൺ ജൂലൈയിൽ. ചേട്ടാ ഇവിടെ മൊത്തം ഇതിട്ടുണ്ടല്ലോ, ഈ കമ്പി വേലി ഇട്ടുണ്ടല്ലോ, മറ്റേ ഇലക്ട്രിഫൈഡ്. ഇവിടെ ശല്യം ഉണ്ടോ? ആനയുണ്ട്. അത് ചിലപ്പോൾ വരുന്നത് കൊണ്ടാണ് അവര് അതങ്ങനെ. ഈയിടെ മറ്റേ പെൻസിലിംഗ് ഇട്ടതാണെങ്കിലും കറണ്ട് ഇപ്പില്ല. ഇനിയിപ്പോ വേറെ പുതിയത് പണിത് വരുന്നുണ്ടെന്നാണ് കേട്ടത്. ഇപ്പൊ തൽക്കാലം ഒന്നും കറക്റ്റ് ആയിട്ടില്ല. അപ്പൊ തൽക്കാലം ഒക്കെ സേഫ് ആണത് തൊട്ടാലും. അപ്പൊ ഞാൻ വരുന്ന വഴിയിൽ മൊത്തം കണ്ടോ. പക്ഷെ ഉണ്ടല്ലോ, ആനയും മൃഗങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ ഏതായാലും മുകളിലൊന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഏതായാലും ഇന്നിപ്പോൾ ആൾ കുറവാണല്ലോ, ഞാൻ ഇന്ന് പോയി ഒന്ന് കണ്ടിട്ട് വരാം. എനിക്ക് സാറിൻ്റെ കൂടെ ഒരു സെൽഫി എടുക്കാൻ എനിക്കിതിൽ അറിയില്ല. എടുത്തുതരാം. ഓക്കെ ശരി. ഞാൻ ഒരു അമ്പലത്തിൽ പോവാണേ. ശരി. എന്നാൽ ശരി, സെൽഫി എടുത്തിട്ട് പോവാം നമുക്ക്. അപ്പോൾ ചേട്ടൻ്റെ പേരെങ്ങനെ? വാസു. ഓക്കെ. അപ്പോൾ ചേട്ടന് വേണ്ടി ഞാനൊരു സെൽഫി എടുക്കാൻ പോവാണ്. അപ്പോൾ ഏതായാലും 2 ക്യാമറയും വെച്ചിട്ട് നമുക്കൊരു സെൽഫി എടുത്തേ. ഓക്കെ.
ഓക്കെ, അപ്പോൾ ചേട്ടൻ്റെ സെൽഫി റെഡി. വാസുവേട്ടനോട് സംസാരിച്ച് ഏതായാലും സീതാർകുണ്ട് വാട്ടർഫാളിൻ്റെ മുകളിലേക്കുള്ള വഴിയൊക്കെ ചോദിച്ച് അങ്ങോട്ട് പോവാണ്. ഏതായാലും ഇലക്ട്രിക്കൽ കമ്പി തൊട്ടാൽ പ്രശ്നമില്ല പറഞ്ഞു. പക്ഷെ ആനയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു വിറയിൽ. വെള്ളമില്ലാത്ത സമയമാണ്. ഇനി ആരെങ്കിലും വെള്ളമില്ല പറഞ്ഞിട്ട് മൃഗ ഫ്രണ്ട്സൊക്കെ വന്നാലുള്ള ഇഷ്യൂവേ ഉള്ളൂ. ഏതായാലും നമുക്ക് ശുഭാപ്തി വിശ്വാസത്തിൽ മനോഹരമായ സ്ഥലമാണ്. വേനലാണെങ്കിലും ഇവിടെ പച്ചപ്പുണ്ട്, കാട് നിറഞ്ഞു കിടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ കൊഴിഞ്ഞ്, പക്ഷെ എന്നാലും അതിനൊരു ഭംഗിയുണ്ട്. അപ്പോൾ ഏതായാലും സംസാരം നിർത്തി നേരെ വെള്ളത്തിൻ്റെ അവിടേക്കൊന്ന് പോവാം. കുറച്ച് പോകാനുണ്ടെന്നാണ് പറഞ്ഞ മോളെ. തണൽ കഴിഞ്ഞു, നാട്ടുവെയിലത്തെത്തി. ഇവിടെ മരങ്ങളുടെ കോലമൊക്കെ മാറി, വെയിൽ കാരണം കണ്ടില്ലേ. ഇടയിൽ മാത്രം 1-2 മരം പച്ചപ്പോടെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ബാക്കിയൊക്കെ വെയിൽ കീഴടക്കി. നമുക്ക് ഏതായാലും മുകളിലിട്ട് തന്നെ അങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ താഴത്തേക്ക് ഇറങ്ങാനുള്ള സ്ഥലത്തെത്തി. ചുറ്റും കാണാം കാട്, മനോഹരമായ വെസ്റ്റേൺ ഗാർഡ്സ്. ഏകദേശം 40 ഡിഗ്രി ചൂടും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചുറ്റും ഇലക്ട്രിക് വയറൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ആ ചേട്ടൻ പറഞ്ഞു സേഫാണ്. തൽക്കാലം എന്നെ ഇലക്ട്രിഫിക്കേഷൻ കൊടുത്തിട്ടില്ല. പക്ഷേ അതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വെള്ളത്തിനടുത്തേക്ക് പോകുമ്പോൾ ഒരു ചെറിയ ടെൻഷൻ. ഏതായാലും പോയി നോക്കാം. ഇതാണ് താഴത്തേക്ക് ഇറങ്ങാനുള്ള ഗ്യാപ്പ്. അപ്പോൾ ഇതിനിടയിൽ കൂടി താഴത്തേക്ക് ഇറങ്ങാം. അപ്പോൾ ഇലക്ട്രിക് വേലിയിലുള്ള ഈ ഗ്യാപ്പിലൂടെ താഴത്തേക്ക് അങ്ങോട്ടേക്ക് പോകാൻ പോവാണ്. ഫോറസ്റ്റ് ഏരിയയുടെ എന്തൊക്കെയോ അറിയിപ്പൊക്കെ ഉണ്ട്. ഏതായാലും താഴെ പോയി നോക്കാം. ഫുൾ പാറയുള്ള വഴിയാണ്. ഭാഗ്യത്തിന് ട്രെക്കിംഗ് ഷൂസ് ഇന്ന് എടുത്തിടാനുള്ള ബുദ്ധി തോന്നി. അതുകൊണ്ട് നോക്കി എല്ലാം താഴോട്ട് പോവാം. അമ്മ ഓക്കെ, ഒരു ഓന്തായിരുന്നു, സൗണ്ട് കേട്ട് പേടിച്ച്. താഴെ വെള്ളം കാണുന്നുണ്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടൊന്നുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും രൂക്ഷമായ വെയിലിൽ എവിടെ നിന്ന് വെള്ളം വരാൻ. പക്ഷെ എന്നാലും കാണുന്നുണ്ട്, അവിടെ ചെറിയൊരു ശബ്ദവും കേൾക്കുന്നുണ്ട്. താഴെ പോയി നോക്കാം. അങ്ങനെ താഴെ എത്തി. വെള്ളമുണ്ട്, നല്ല തെളി വെള്ളമുണ്ടോ. വെള്ളച്ചാട്ടം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ പാറകളുടെ ഇടയിൽ കൂടി വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. തെളി വെള്ളത്തിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മീനുകൾ കാണണമെന്ന് എനിക്ക് തോന്നുന്നത്. ആ കാണില്ലേ, അത്രയും തെളിയാണ് വെള്ളം. ധാരാളം ബട്ടർഫ്ലൈസൊക്കെ പറക്കുന്നുണ്ട് ചുറ്റും. നമ്മുടെ വല്ല ടാർസൻ പടത്തിലൊക്കെ ഉള്ള പോലെ ഒരു ശബ്ദവുമില്ല, മൊത്തം പാറക്കെട്ടുകൾ. മഴക്കാലമൊക്കെ കഴിഞ്ഞാൽ ചേട്ടൻ പറഞ്ഞ പോലെ ജൂലൈ ഓഗസ്റ്റൊക്കെ അടിപൊളിയായിരിക്കും. അതിമനോഹരം തന്നെ. പക്ഷേ വിഷമുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്, അതും കൂടി കാണിച്ചു തരാം. ഇവിടെ തെളി വെള്ളം. പക്ഷേ ഇത് കണ്ടില്ലേ, ഞാൻ മലമ്പുഴയെക്കുറിച്ച് പണ്ടൊരു വീഡിയോ ചെയ്തപ്പോഴും കാണിച്ചിരുന്നൊരു കാര്യമാണ്. ഇത്രയും കുറവ് ടൂറിസ്റ്റ് വരുന്ന സമയം, പക്ഷെ എന്നാലും വന്നവരൊക്കെ മാക്സിമം സഹകരിച്ച് മാക്സിമം കുപ്പിയും ബോട്ടിലും ഒക്കെ ഇട്ടുണ്ട്. ദയവ് ചെയ്ത് എന്നെയും കൂടി ചേർത്തിട്ട് പറയണം, നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഗോഡ്സ് ഓൺ കൺട്രി എന്നും ലോകത്തെ മസ്റ്റ് വിസിറ്റ് പ്ലേസുകളിലൊക്കെ കേരളയുണ്ട്. ഇതൊക്കെ ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമ്മുടെയും കൂടി ഉത്തരവാദിത്വം എന്ന് ശക്തമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഉറപ്പാണ് 90% ആൾക്കാരും വിശ്വസിക്കുന്നുണ്ട്. ഈ കുപ്പി ഇടുന്നത് ഒരു 10-15% പക്ഷേ അവരും കൂടി ഒന്ന് മനസ്സ് വെച്ചാൽ ഇത് ശരിക്കും ഒന്ന് ഗോഡ്സ് ഓൺ കൺട്രി ആക്കിക്കൂടെ. ഗോഡൊക്കെ നമ്മൾ തന്നെയാണ്. നമ്മളൊരു സ്ഥലം മനോഹരമാക്കിയാൽ അത് സ്വർഗം, നമ്മളൊരു സ്ഥലം വൃത്തികേടാക്കിയാൽ അത് നരകം. ഇത്രയും മനോഹരമായ ഈ സീതാർകുണ്ട് ഏരിയനെ ഇങ്ങനെ ആക്കരുതേ. ജസ്റ്റ് ഒന്ന് നോക്കിയേ ചുറ്റും, അടിപൊളിയാണ്. അങ്ങനെ കുറച്ച് തണലുള്ള ഏരിയയിലേക്ക് മാറിയിരിക്കുകയാണ്. ഒരു മൊത്തമായിട്ടുള്ളൊരു ടൂറിസ്റ്റ് ഏരിയ എനിക്ക് വേണ്ടി സജ്ജീകരിച്ച പോലെയാണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ഏരിയ.
രാജേഷ് ഹെബ്ബാറുണ്ട്, അങ്ങനെ നിങ്ങളും ഉണ്ട് എൻ്റെ വ്ളോഗിലൂടെ. ഇത് കണ്ടില്ലേ, ദൂരത്തുനിന്ന് ഒരു അമ്പലത്തിൽ നിന്ന് വരുന്ന ഒരു പാട്ടിൻ്റെ ശബ്ദവും പിന്നെ ഉള്ളതാകെ കൂടി പ്രകൃതിയുടെ ശബ്ദമാണ്. പിന്നിൽ കണ്ടില്ലേ പാറപ്പെട്ടുകളും ഇണങ്ങിപ്പണങ്ങി കിടക്കുന്ന വേരുകളും ബ്രാഞ്ചസും. എനിവേ, ഇവിടേക്ക് ടാറ്റ ഗുഡ് ബൈ പറയേണ്ട സമയമായി. ആരുമില്ല, അതുകൊണ്ട് കൂടുതൽ നേരം ഇരിക്കാൻ അത്ര സുഖമുള്ളൊരു കാര്യമല്ല. ഏകാന്തതയൊക്കെ ഇഷ്ടം തന്നെ, പക്ഷെ കാട്ടിലുള്ള ഏരിയ ആകുമ്പോൾ എന്ത് ശബ്ദം കേട്ടാലും നമുക്കൊരു ടെൻഷനാണ്. അപ്പോൾ നമുക്ക് സ്ഥലം വിടാം. അങ്ങനെ വന്ന വഴി തന്നെ പാറകളിലൂടെ കയറി 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 ഇതേ മുകളിൽ കാണുന്ന ആ ഗ്യാപ്പിലേക്ക് എത്തണം. മാക്സിമം സേഫായിട്ടുള്ള സ്ഥലത്ത് കൂടി തന്നെ കയറി പോകാൻ ശ്രമിക്കാം. ഒരു സൂര്യൻ ഒളിഞ്ഞും പാത്തി 40 ഡിഗ്രി തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പുറത്തേക്കുള്ള വഴിയിലൂടെ പുറത്തേക്കെത്തി. സീതാർകുണ്ട് വാട്ടർഫാളിൽ നിന്ന് പുറത്തേക്കെത്തി. ചുറ്റും അതിമനോഹരമായിട്ടുള്ള സ്ഥലം. ചൂട് കാരണം ഡീഹൈഡ്രേഷനുണ്ട്, അത്യാവശ്യം കിതപ്പുണ്ട്. അപ്പോൾ ഏതായാലും ഈ സ്ഥലത്തിൻ്റെ ഒരു വിഷ്വൽ ഒന്നും കൂടി കാണിച്ചിട്ട് നേരെ തിരിച്ച് കാറിലേക്ക് പോവാം. അപ്പോൾ ബാക്ക് ടു കാർ യാത്ര തിരിക്കുന്നു. കാറിലെത്തിയിട്ട് വേണം കുറച്ച് വെള്ളം കുടിക്കാൻ. ഇവിടെ ടൂറിസ്റ്റ് ടൈം ആണെങ്കിൽ ധാരാളം സ്ഥലങ്ങളും കൂൾ ഡ്രിങ്ക്സൊക്കെ കിട്ടിയാനേ. ഇപ്പോൾ ഞാനും ഉണ്ട്, സീതാർകുണ്ട് ഈ സ്ഥലമുണ്ട്. അപ്പോൾ വെള്ളം കുടിക്കണമെങ്കിൽ കാറിലേക്ക് എല്ലാം പോകണം. ഓക്കെ, അപ്പോൾ താഴെ എത്തിയപ്പോഴേ കണ്ട് നാട്ടുകാരായിരിക്കണം ഒരു ഊഞ്ഞാൽ കണ്ടില്ലേ. ഇരുന്ന് നോക്കിയാലോ തലയും കുത്തി മറിഞ്ഞ് വീഴുമോ അമ്മ. അയ്യോ, അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. അപ്പ ഓക്കെ, നോട്ട് ബാഡ്. പറഞ്ഞ പോലെ വിജനമായ സ്ഥലത്ത് ഒറ്റയ്ക്കിരുന്ന് ഊഞ്ഞാലാടുന്ന ചെറിയ കുട്ടിയായ വയസ്സരായ നിങ്ങളുടെ രാജേഷ് ഹെബ്ബാർ. ഊഞ്ഞാൽ എന്നുള്ളൊരു POV പോയിൻ്റ് ഓഫ് വ്യൂ ഷോട്ടും കൂടി ആയിക്കോട്ടെ. എൻ്റെ കണ്ണുകൾ കാണുന്നത് നിങ്ങളും കൂടി കാണാമല്ലോ. പുറത്തേക്ക് നടന്നു വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചുറ്റും മാവും തോപ്പുകളാണ്. ധാരാളം മാങ്ങയുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ കൊല്ലം നല്ലോണം കിട്ടുമെന്നാണ് തോന്നുന്നത്. ഇഷ്ടംപോലെ ചില സീസണിൽ മാവ് നന്നായിട്ട് പൂക്കാറുമില്ല, പഴം കിട്ടാറുമില്ല, മാമ്പഴം കിട്ടാറുമില്ല. പക്ഷേ ഇക്കൊല്ലം അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ വീട്ടിലും അതെ, ഞങ്ങളുടെ അവിടുത്തെ മാവും എല്ലാം അത്യാവശ്യം നല്ലോണം മാങ്ങയുണ്ട് ഇപ്രാവശ്യത്തെ മാങ്ങാ സീസൺ ഓക്കെ ആയിരിക്കും. അപ്പോൾ നടന്ന് ഹോണ്ട ഹെബ്ബാർ പാർക്ക് ചെയ്ത സ്ഥലത്തേക്കൊന്ന് പോവാം. അപ്പോൾ മലനിരകൾക്കും കാടിനൊക്കെ വിട പറഞ്ഞുകൊണ്ട് മാവൻ തോപ്പുകളുടെ ഇടയിൽ കൂടി ഉള്ള ഈ ചെറിയ വഴിയിലൂടെ ഹോണ്ട ഹെബ്ബാറിലേക്ക്. ഏതായാലും ആൾക്കാരൊന്നും കാണാനില്ല. മിസ്റ്റർ വലിയ പൂവൻ കോഴിയൊക്കെ അവിടെ കിടന്ന് നടക്കുന്നുണ്ട്. ഇപ്പോൾ തീരെ ആൾക്കാരെ കാണാറില്ല, ബിക്കോസ് സീസൺ അല്ലാത്തതുകൊണ്ട് ഈ കടകളൊക്കെ വിജനമായി കിടക്കുകയാണ്. പാർക്കിംഗ് ഏരിയയും വിജനമായി കിടക്കുകയാണ്. ഒരൊറ്റ ആളെ കാണാനില്ല. ഏതായാലും ഹോണ്ട ഹെബ്ബാറും എന്നെ കാത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ കയറി ചലോ പാലക്കാട്. പാലക്കാടൻ ചൂടിലും ഏറ്റവും ആവശ്യമുള്ള സാധനം, എന്ത് ജ്യൂസ് കുടിച്ചിട്ടും എന്തൊക്കെ വേറെ കുടിച്ചിട്ടും കാര്യമില്ല, വെള്ളം തന്നെ കുടിക്കണം, ഇഷ്ടം പോലെ കുടിക്കണം. പ്രത്യേകിച്ച് ഇപ്പോൾ ചൂട് 40 എത്തി നിൽക്കണം. 39 എന്നാണ് പേപ്പറുകളിൽ വരുന്നത്. പക്ഷേ കൃത്യമായിട്ട് 39 പറഞ്ഞാൽ 41-ൻ്റെ എഫക്റ്റ് എന്നാണ് എല്ലാവരും പറയുക. എല്ലാവർക്കും ചൂട് അനുഭവിച്ചവർക്കറിയാം. അപ്പോൾ ഏതായാലും കാറ് കയറി ഒന്ന് AC ഇട്ടപ്പോഴാണ് ശ്വാസം വന്നത്. അപ്പോൾ ഏതായാലും വണ്ടി സ്റ്റാർട്ടാക്കി തിരിച്ചു പോവാം. ഇനി എവിടെയെങ്കിലും വഴിയിൽ നിർത്തണമെന്നുള്ളത്
വല്ലതും കണ്ടാലോ അല്ലെങ്കിൽ വല്ലതും കഴിക്കാനോ നീ തോന്നിയാൽ നിർത്താം, എല്ലാം ബാക്കിയില്ലെങ്കിൽ ബാക്കി എല്ലാം വീട്ടിൽ പോയിട്ട്. ഏതായാലും പോകുന്ന വഴിയിൽ ആ പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. ഈ കൊച്ചമ്പലത്തിൽ നിന്നുള്ള എന്തോ ഒരു ഉത്സവമൊക്കെ നടക്കുകയാണ്. അതാ അവിടുത്തെ മ്യൂസിക്കൊക്കെ വരുന്നത്. അത്യാവശ്യം തിരക്കുണ്ട്. ഭക്ഷണമുണ്ട്, അന്നദാനമുണ്ട്, കഴിച്ചു പോലോ. കുറച്ചെന്തെങ്കിലും എടുക്കാം. ഞാൻ വണ്ടി തിരിച്ചിട്ട് വരാം. ഇവിടെ ഇടാല്ലേ? അപ്പോൾ എപ്പോഴത്തെ പോലെ തന്നെ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ കണ്ടാൽ സ്നേഹത്തോടെ വിളിക്കാറുണ്ട്. പോയി നോക്കാം എന്താണെന്ന്. എന്നതാനാണെന്ന് അവർ പറഞ്ഞു. എന്തായാലും നോക്കാം. അപ്പോൾ ചേട്ടൻ്റെ പേരെങ്ങനെ? എൻ്റെ പേര് കുഞ്ചുമണി. കുഞ്ചുമണി എന്നാണ് ചേട്ടൻ്റെ പേര്. പാട്ടിൻ്റെ കാര്യം ചിലപ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ടായാലും ഇതൊക്കെ ഇവിടുത്തെ ആൾക്കാരാണ്. ഇവരെല്ലാവരും കൂടിയാണ് സ്നേഹത്തോടെ വിളിച്ചത്. അപ്പോൾ ഏതായാലും ഒന്ന് വേങ്ങപ്പാറ അമ്പലം. ഓ ശരി. മാരിയമ്മൻ കോവിൽ അന്നദാനമാണ് അല്ലേ? പൊങ്കൽ. ഓക്കെ, ശരി ശരി. അപ്പൊ ഇവിടെ അന്നദാനം നടക്കുകയാണ്. നമസ്കാരമുണ്ട്. കഴിച്ചു കഴിഞ്ഞോ? കഴിക്കാൻ പോണേ ഉള്ളൂ. ഓക്കെ. വീട് ചന്ദ്രനഗറില്, പാലക്കാട്. ഏതായാലും ഒരു സ്നേഹത്തോടെ മോര് തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഫുഡ് ഇപ്പോൾ വേണ്ട, ദാഹമാണ് കൂടുതൽ. ചേട്ടാ ഇദ്ദേഹം എനിക്ക് മോരെത്തിച്ചിരിക്കുകയാണ്. പുതുശ്ശേരിയിലെ വീട്. ഓക്കെ. അപ്പോൾ ഏതായാലും ഫുഡ് കഴിക്കാൻ വീട്ടിൽ പോയിട്ടാക്കാം. ഏതായാലും മോര് ഇവിടെ നിന്ന് കിട്ടി അടിപൊളി. മോര് കുടിച്ചു, 2 ഗ്ലാസ് കുടിച്ചു. അപ്പോൾ ഇവിടുത്തെ സ്നേഹമുള്ള നാട്ടുകാരാണ് ഇവരെല്ലാവരും. അന്നദാനത്തിനും ഈ ഒരു ഉത്സവ വേളയ്ക്ക് വന്നിരിക്കുകയാണ്. തൽക്കാലം ഇവരോടൊക്കെ വിടാം. എല്ലാവരും വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഒന്നും കൂടി നിർത്തിയിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, കൊല്ലങ്കോട് എന്ന ഈ നാട്ടുമ്പുറ പ്രദേശത്തിൻ്റെ ഒരു വിഷ്വലും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പനകളും തെങ്ങുകളും കൊച്ചു 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 വീടുകളും ബാക്കിലുള്ള മനോഹരമായിട്ടുള്ള ഈ വെസ്റ്റേൺ ഗാർഡ്സുള്ള കൊല്ലങ്കോടിനോട് ടാറ്റ ഗുഡ് ബൈ എന്ന് പറയുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വേണ്ടി വേനലിൽ കൊല്ലങ്കോട് കാണാൻ വന്നാണ് ആ കമൻറ്റ് കണ്ടിട്ട്. പക്ഷേ എപ്പോഴത്തെ പോലെ തന്നെ കൊല്ലങ്കോട് അതിമനോഹരമാണ്. പക്ഷെ ഇവിടുത്തെ ആൾക്കാർ അതിലും മനോഹരമാണെന്ന് മനസ്സിലായി. എൻ്റെ എല്ലാ വ്ളോഗിലും ഞാൻ സ്ഥലങ്ങൾ കാണാൻ പോവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി പോവും. പക്ഷേ എപ്പോഴും അതിനെ സ്പെഷ്യലാക്കുന്നത് എന്നോട് വന്ന് സംസാരിക്കുന്നതും എനിക്ക് സ്നേഹം തരുന്നതുമായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ കൊല്ലങ്കോട്ടിലെ ഇപ്പോൾ ഞാൻ പരിചയപ്പെട്ട ആ വളരെ ലവിങ് ആയിട്ടുള്ള എല്ലാവർക്കും എൻ്റെ 1000 നന്ദി. 2 ഗ്ലാസ് സംഭാരവും കുടിച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ ഊണ് കഴിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ട് വന്നാണ്, എന്ത് വന്നാലും ഞാൻ വരുന്നു പറഞ്ഞിട്ട്. വീട്ടിലാകെ അച്ഛനും അമ്മയും ഞാനും വൈഫും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഉണ്ടാക്കി വെച്ചത് മൊത്തം വേസ്റ്റാവും. അതുകൊണ്ട് ഇവർ തന്ന മോരും കുടിച്ച് അതേ സംഭാരവും കുടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ഈ തൊഴിലിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് ഈ കിട്ടുന്ന ഇതുപോലുള്ള സ്നേഹമാണ്. നമ്മൾ 21 വർഷമായി ഞാൻ സിനിമയും സീരിയലൊക്കെ ചെയ്യുന്നു. എനിക്ക് അത്യാവശ്യം ഈ പറഞ്ഞ പോലെ അവാർഡ്സും സ്റ്റേറ്റ് അവാർഡും ക്രിട്ടിക്സ് അവാർഡൊക്കെ കിട്ടി. പക്ഷേ അതുപോലെ തന്നെ സന്തോഷം തരുന്നൊരു കാര്യമാണ് ഒരു പരിചയമില്ലാത്ത നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ആൾക്കാർ ഓടി വന്ന് തരുന്ന അവരുടെ നിറഞ്ഞ മനസ്സുള്ള സ്നേഹം. താങ്ക് യു സോ മച്ച് ഓരോരുത്തർക്കും. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും സ്നേഹം. എനിക്ക് വ്ളോഗ് ചെയ്യാനുള്ള എനർജി, എനിക്കിതുപോലുള്ള നല്ല മനുഷ്യരെ പരിചയപ്പെടാനുള്ള ഒരു ചാൻസ് എല്ലാം വരുന്നത് നിങ്ങളും കൂടെ ഉള്ളതുകൊണ്ടാണ്. നമുക്ക് ഒന്നിച്ച് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കാം. അങ്ങനെ തിരിച്ചു പോകുമ്പോഴും
യന്ത്രങ്ങൾ കൃഷിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ ഒന്ന് നിർത്തി. അതിന് ചുറ്റും മനോഹരമായ കുറ്റികൾ പറക്കുന്നു. നാട്ടും പുറത്തൊരു മോഡേൺ യന്ത്രം പോകുമ്പോൾ അതിൻ്റെ കാഴ്ചയ്ക്ക് ഒട്ടും മങ്ങൽ വരാതെ കൊല്ലങ്കോട് അങ്ങനെ അതിമനോഹരമായി തന്നെ ഇരിക്കുന്നു. അങ്ങനെ കൊല്ലങ്കോട് യാത്ര കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ചൂട് 40 കടന്നിരിക്കുകയാണ്. പ്രകൃതി നമ്മളെ എന്തൊക്കെയോ പറയാൻ നോക്കുന്നുണ്ട്. നമ്മൾ മനുഷ്യരാരും ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകുന്നുണ്ട്. എന്താവോ എന്തോ. ഏതായാലും ഇന്ന് ഞാൻ കൊല്ലങ്കോട് കാണിച്ചത് വെറും ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്ന് പറയുന്നില്ലേ, അതായത് ഇത് വെറും ഒരു സാമ്പിളാണ്. കൊല്ലംകോടിനെ കുറിച്ച് നന്നായിട്ട് അറിയുന്നവർക്കറിയാം. ഞാനിന്ന് കാണിച്ചത് ആകെക്കൂടി സീതാർകുണ്ടിൻ്റെ ആ ഏരിയയും അതിൻ്റെ പരിസര പ്രദേശങ്ങളുമാണ്. ഉറപ്പായിട്ടും വീണ്ടും അങ്ങോട്ട് പോകുന്നുണ്ട്. ഇന്ന് അവിടെ മറ്റേ വാസുവേട്ടൻ നമ്മുടെ സെക്യൂരിറ്റി പറഞ്ഞതുപോലെ നമുക്ക് ജൂലൈ ഓഗസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ആ സമയത്ത് മഴയൊക്കെ കഴിഞ്ഞ് പച്ചപ്പ് ഇങ്ങനെ പുതച്ചിരിക്കുമ്പോൾ സീതാർകുണ്ട് ഏരിയ മാത്രമല്ല കൊല്ലങ്കോടുള്ള ബാക്കിയുള്ള മനോഹര സ്ഥലങ്ങളിലേക്കും കൂടി പോവാം. അപ്പോൾ ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഏതായാലും ഒരു കാര്യം മാത്രം പറയാം, ഈ ചൂടിൽ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ വെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വേറൊന്നുമല്ല, പക്ഷികളോ അണ്ണാനൊക്കെ വന്നിട്ട് ഇവിടെ ഓപ്പൺ ഏരിയ ആണല്ലോ, ഒന്ന് കുടിക്കുകയാണെങ്കിൽ കുടിക്കട്ടെ. ആലോചിക്കാൻ വയ്യ, നമുക്കാണെങ്കിൽ പോയി ഫ്രിഡ്ജിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കൂജയിൽ നിന്ന് പോയി വെള്ളം എടുക്കാൻ പറ്റും. ഈ ഒരു കാലാവസ്ഥയിൽ ബാക്കിയുള്ള ആനിമൽസിൻ്റെ സ്ഥിതി ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു ചെറിയ കാര്യമാണ് ഇതുപോലെ വെള്ളം എപ്പോഴും നമ്മുടെ നടുമുറ്റത്തുണ്ടാവും. അണ്ണാനോ പക്ഷികൾക്കൊക്കെ വന്ന് കുടിക്കാൻ നോക്കാം, അവർക്ക് ഗുണം ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ. ഏതായാലും ടാറ്റ ബൈ ബൈ പറയാനുള്ള സമയമായി. എപ്പോഴും പറയാറുള്ളത് പോലെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു രാജേഷ് അബ്ബാസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെ സീ യു ഓൾ, ലവ് യു.